യാൻ ഡയമണ്ട് ടു റയൽ മാഡ്രിഡ് ഒരു കിടിലൻ സൈനിങ് തന്നെ. അതിലുപരി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വളരെ ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഒന്ന് കേട്ടു നോക്കാം. വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു ഫാമിലിയിലായിരുന്നു യാൻ ഡയമണ്ട് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഐഡിയലായ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലെയറിൻ്റെ ജേഴ്സി പോലും വാങ്ങാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ള ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലെയറിൻ്റെ പേരും നമ്പറും ഒക്കെ വരച്ചു വെക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്ത് അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാൻ ബൂട്ട് പോലും ഇല്ലായിരുന്നു എന്ന്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് യാൻ ഡയമണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു കിടിലൻ വിങ്ങറായി മാറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലെയറിൻ്റെ ജേഴ്സി പോലും വാങ്ങാൻ കാശില്ലായിരുന്നു. അതുകൊണ്ട് ആ പ്ലെയറിൻ്റെ പേരും നമ്പറും എഴുതി വെച്ചാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നതെന്ന് അറിയോ? അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലെയർ ഉണ്ടല്ലോ, അദ്ദേഹം ഭരിച്ചിരുന്ന മൈതാനത്തിൻ്റെ മുമ്പിലാണ്, ബെർണാബ്യൂ സ്റ്റേഡിയത്തിന് മുന്നിൽ. വെൽക്കം യാൻ ഡയമണ്ട് ടു റയൽ മാഡ്രിഡ്, ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അന്ന് റൊണാൾഡോൻ്റെ ജേഴ്സി പോലും വാങ്ങാൻ സാഹചര്യമില്ലാത്ത പയ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് റയൽ മാഡ്രിഡിലാണ്. റൊണാൾഡോ തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ നേടിയെടുത്ത ക്ലബിലേക്ക്. നിലവിൽ വേൾഡ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വിങ്ങറിൽ ഒരാളാണ് യാൻ ഡയമണ്ട്. അദ്ദേഹം ശരിക്കും ഡയമണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ സ്പീഡും കൺട്രോളും ഡ്രിബ്ലിങ്ങും ഒക്കെ റയൽ മാഡ്രിഡിനെ ഏറെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് 100% ഷുവറാണ്. പിന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതകളും ഉണ്ട്. ഇദ്ദേഹം മെയിൻലി റൈറ്റ് വിങ്ങർ ആണെങ്കിലും ലെഫ്റ്റ് വിങ്ങിലും അദ്ദേഹം കളിക്കും. ബോത്ത് വിങ്ങിലും അദ്ദേഹം കംഫർട്ടബിൾ ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്താ പറയുക നമ്മളോട് പറയുന്നത്, നമുക്കൊരു ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തെയും മറികടക്കും. അന്ന് ഐവറി കോസ്റ്റിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച യാൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നതെന്നറിയോ? ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ക്ലബ്ബായ റയൽ മാഡ്രിഡിൽ. അതാണ് നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ എന്തിനെങ്കിലും ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണോ, അത് നമ്മളെ തേടിയെത്തും. ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ വിക്കി ബ്രോ. ബൈ ബൈ.